ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സ്വന്തം നാത്തോൺസ് ചാനലിലേക്ക് സ്വാഗതം. ഉപയോഗിക്കാതെ കിടക്കുന്ന ജീൻസിൽ നിന്നും എങ്ങനെ എളുപ്പത്തിൽ ഒരു സ്ലിംഗ് ബാഗ് റെഡിയാക്കി എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പഴയ ജീൻസാണ് എടുത്തിരിക്കുന്നത്. ബാഗിന് ആവശ്യത്തിനുള്ള നീളത്തിനനുസരിച്ച് ഇതിന്റെ കാൽ ഭാഗത്ത് നിന്ന് ആദ്യം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിന്റെ താഴത്തെ പോർഷൻ കുറച്ച് നരച്ചതാണ്, അതുകൊണ്ട് ഞാൻ ആ പോർഷൻ ഇതിനായിട്ട് എടുത്തിട്ടില്ല. ബാഗിന് നിങ്ങൾക്ക് എന്ത് നീളം വേണം എന്നതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ആ ഒരു നീളത്തിൽ തന്നെ മറ്റേ കാലിന്റെ പോർഷനിൽ നിന്ന് കൂടി കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഈ പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് വലിയ പാടുള്ള കാര്യമൊന്നുമല്ല, ജസ്റ്റ് ഈ കത്രികയും കൊണ്ട് ഇങ്ങനെ ഒന്ന് സൈഡ് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തുറന്നു വിട്ടാൽ മാത്രം മതി. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഈ കട്ട് ചെയ്ത് വെച്ച് രണ്ട് പോർഷനും ഒന്ന് ഒരുമിച്ചാക്കിയിട്ട് ഇതിന്റെ സൈഡ്സ് ഒക്കെ ഒന്ന് തയ്ച്ചെടുക്കാം. ഞാനിവിടെ മെഷീൻ യൂസ് ചെയ്യാതെ കൈകൊണ്ട് തന്നെയാണ് തയ്ച്ചെടുക്കുന്നത്. മെഷീൻ യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ വേഗം നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. ഇപ്പം 3 സൈഡും തയ്ച്ചിട്ടുണ്ട്. വലിയ ബാഗായിട്ട് യൂസ് ചെയ്യേണ്ടവർക്ക് ഇങ്ങനെ തന്നെ വേണേലും യൂസ് ചെയ്യാം. ഇത് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യുവാണെങ്കിൽ ഒറ്റ ഉറയുള്ള ഒരു വലിയ ബാഗായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളൊരു 3 ഉറയുള്ള ഒരു സ്ലിംഗ് ബാഗായിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. ഇനി ഇതിന്റെ ഈ സൈഡ് പോർഷനും ഈ ബോട്ടം പോർഷനും ഒന്ന് തയ്ച്ചെടുക്കാം. അപ്പം നമ്മുടെ ബാഗ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിന്റെ ടോപ്പ് പോർഷൻ എടുത്തിട്ട് ഒരു സൂചി ഉപയോഗിച്ച് ഇതിന്റെ നെടുകെയുള്ള നൂല് ഇതുപോലെ വിടിയിപ്പിച്ചെടുക്കുക.
ഇനി ഈ ബാഗിന് ആവശ്യത്തിനുള്ള വള്ളി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു കമ്പിളി നൂല് 3-4 തവണ മടക്കാൻ പാകത്തിന് മുറിച്ചെടുക്കുക. ഭംഗിക്ക് വേണ്ടി ഞാനിവിടെ കുറച്ച് വൈറ്റ് ബീഡ്സ് കൂടെ കോർത്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. നൂല് മുറിക്കുമ്പം കുറച്ച് നീളത്തിൽ മുറിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു 3-4 തവണയെങ്കിലും മടക്കിയെടുത്താലേ ഇതിന് അത്യാവശ്യം നല്ല ബലം കിട്ടത്തുള്ളൂ. ഇതിന്റെ രണ്ട് സൈഡും ജസ്റ്റ് ഇതുപോലെ ഒന്ന് പിരിച്ചെടുക്കുവാണെങ്കിൽ ഇത് നല്ല ബലത്തിൽ 1 ലെയർ ആയിട്ട് തന്നെ നിന്നോളും. ഇനി നമുക്കിത് ബാഗിലേക്ക് തയ്ച്ചു പിടിപ്പിക്കാം. തയ്ക്കുന്നതിന് മുമ്പ് ബാഗ് മറിച്ചിട്ട് തയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ബാഗ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ ഇതേ തുണി കൊണ്ട് തന്നെ നമുക്കൊരു ഫ്ലവർ റെഡിയാക്കി എടുക്കാം.
അപ്പം നമ്മുടെ ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജീൻസിന്റെ ബാഗ് ആയതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആണ്, അങ്ങനെ പെട്ടെന്നൊന്നും പൊട്ടിപ്പോകത്തില്ല. അപ്പൊ ഇനി പഴയ ജീൻസ് ഒന്നും ആരും കളയരുത്. ഇതുപോലെ ട്രെൻഡി ആയിട്ടുള്ള ബാഗുകൾ ഉണ്ടാക്കിയിട്ട് കോളേജിലും ഓഫീസിലും ഒക്കെ നിങ്ങൾക്കും സ്റ്റാർ ആകാം. ഇതുപോലെ ട്രെൻഡി ആയിട്ടുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞങ്ങൾ നാത്തൂൻസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.